തമേലാണ് കണ്ണൂരിൻ്റെ സെൻട്രൽ പാർട്ടെന്ന് പറയാം. കാരണം അവിടെയാണ് അത്യാവശ്യം നല്ല കടകളും ഹോട്ടലുകളൊക്കെ ഉള്ളത്. തമിഴ് മാത്രമല്ല പല സ്ഥലമുണ്ട്, പക്ഷേ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട തമേൽ. അവിടെ ജമാൽ എന്നുള്ള ഏരിയ ഉണ്ട്, അവിടെയാണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതായത് വഴി ഓരോ കച്ചവടക്കാർ കുറേ പേരുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം അതില്ല, പുതിയ മേയർ വന്നിട്ട് അവരെയൊക്കെ അടിച്ചു വരുത്തി. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ നിന്ന് വിറ്റ സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. എന്നാലും ഷോപ്സൊക്കെ ഉണ്ട് ഇപ്പോഴും. അവിടെ ജുവല്ലറി ഉണ്ട്, ടെക്സ്റ്റൈൽസാണ് അധികം കൂടുതൽ, പിന്നെ ഷൂ വിൽക്കണ കടകൾ, പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ ആ വഴി തന്നെയാണ്. വെറൈറ്റി സ്ഥലങ്ങൾ നമുക്ക് കാണാം, വെറൈറ്റി സാധനങ്ങൾ. ഇതെല്ലാം വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നോക്കണം. ഒരു 90% ഓഫ് ദ ഗുഡ്സ് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞത്, ബാക്കി ചൈനയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ 2 വെറൈറ്റി ഓഫ് തിങ്സ് നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ക്വാളിറ്റിയും അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതേ മോഡലൊക്കെ കണ്ടില്ലേ, കുറേ ചുരിദാർ പോലെയൊക്കെ തൂക്കിയിട്ട് കണ്ടില്ലേ. ഇതാണ് ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം വളരെ പഴയ ബിൽഡിങ്സാണ്. രാജാവിൻ്റെ കാലത്ത് 12ാം നൂറ്റാണ്ടിൽ പണിത ബിൽഡിങ്സൊക്കെയാണ് അധികം. ഇതിവിടുത്തെ മാർക്കറ്റിൽ കാണുന്നത് സാഫ്രോൺ വിൽക്കുന്ന കടയാണ്. കാശ്മീരി സാഫ്രോൺ പലതരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. റേറ്റൊക്കെ വളരെ വളരെ കൂടുതലായിരിക്കും. നമുക്കറിയാം ഇന്ത്യൻ റുപ്പി 1 രൂപ എന്ന് വെച്ചാൽ നേപ്പാളിയുടെ റുപ്യ 1.6 ആണ്. 1 രൂപ 60 പൈസ കൊടുക്കണം. എന്നാലും ഇവിടെ നമ്മൾ സാധനം വാങ്ങിച്ചാൽ നല്ല ഇന്ത്യയിൽ കൊടുക്കുക കൂടുതൽ കാശ് കൊടുക്കണതിന്. കാരണം ഇത് പലതും ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് നമ്മളിവിടെ വാങ്ങിച്ച് പിന്നെ ഇന്ത്യയിൽ കൊണ്ടുപോകേണ്ട ഗതികേടിലാവും. ബിൽഡിങ്സൊക്കെ അവരുടെ നേവാർ കമ്മ്യൂണിറ്റിയുടെ സ്ഥലങ്ങളാണ് ഇതെല്ലാം. നേപ്പാളിൽ തന്നെ പലതരം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൽ നേവാർ എന്ന് വെച്ചാൽ കുറച്ച് കൂടിയ അതിൽ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ഏരിയയാണ് ഇത് മെയിനായിട്ട്. അവരുടെ ബിൽഡിങ്സാണ് ഇവിടെ അധികവും. ഇതിൻ്റെ അടുത്ത് ഈ വഴിക്കിടയ്ക്ക് പോയി കഴിഞ്ഞാൽ ദർബാർ ഗ്രൗണ്ടിലെത്താം. പണ്ട് രാജാവ് താമസ സ്ഥലങ്ങളാണ് അതൊക്കെ. ദർബാർ ഗ്രൗണ്ട് എന്ന് പറയും. ദർബാർ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ കുമാരിഘറുണ്ട്. കുമാരിഘറിൻ്റെ ഒരു കഥയുണ്ട്. അതൊരു കൊച്ചിനെ, ഒരു 8-10 വയസ്സുള്ളൊരു കുമാരി, ഒരു പെൺകുട്ടീനെ എടുത്തിട്ട് അവർ ഗോഡസാക്കി പ്രഖ്യാപിച്ചിട്ട് നേവാർ കമ്മ്യൂണിറ്റികളിലാണ് എന്നിട്ട് ദൈവമായിട്ട് ആ കൊച്ചിനെ ജീവിക്കാം കുറേ കാലം. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസമൊക്കെ എടുക്കും, പക്ഷേ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് നടക്കണം. കാല് നിലത്ത് കുത്താൻ പാടില്ല എന്നൊക്കെ ഒരു ഇതൊക്കെയുണ്ട്. നമുക്ക് ഈ പഴയ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ അന്നത്തെ ഒരു 2 നൂറ്റാണ്ട് മുമ്പ് നേപ്പാൾ എങ്ങനെയാണെന്ന് നമുക്ക് ഏകദേശം പിക്ചറൈസേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എല്ലാം വഴിവാണിഭം തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഒരു ഇന്ദ്രൻ്റെ രഥയാത്ര അടുത്ത് ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ ദർബാർ ഗ്രൗണ്ടിൽ ചെന്നാൽ നമുക്ക് കാണാം. ആ രഥത്തിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ വടത്തിൽ കെട്ടി ഇന്ദ്ര ഭഗവാനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നേവാർ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഈ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കുറേ സ്കൾപ്ചേഴ്സ് കാണാം. ഇതിൻ്റെ അടുത്ത് തന്നെ ഭൈരവ ടെമ്പിൾ ഉണ്ട്. ഭൈരവൻ്റെ വലിയൊരു പ്രതിമയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇന്ദ്രൻ്റെ വലിയൊരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്രൗൺസിൻ്റെ കുറേ ശില്പങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കാരണം ആ ഒരു കൾച്ചറിലുള്ള എന്തൊക്കെയാണോ അതെല്ലാം കിട്ടും. ദർബാർ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഞാൻ നടന്നാണ് ദർബാർ ഗ്രൗണ്ട് എത്തി. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ജ്വല്ലറി ഷോപ്പാണ്. ഇപ്പുറത്തൊക്കെ ജ്വല്ലറി ഷോപ്പാണ്. ഇവിടുത്തെ സ്വർണ്ണത്തിന് ക്വാളിറ്റി അത്ര നല്ലതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നമ്മുടെ പോലത്തെ 24 ക്യാരറ്റ് ഗോൾഡൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാണുന്നത് ഇപ്പോഴും റിക്ഷ വലിക്കുന്ന ആളുകൾ, ചവിട്ടിക്കൊണ്ട് പോകുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. കൽക്കട്ടയിലൊക്കെ ഉണ്ട്, ഡൽഹിയിലുണ്ട്, പിന്നെ നേപ്പാളിലുണ്ട്. ഇങ്ങനെ എന്തായാലും ചവിട്ടിക്കൊണ്ടാണ് പോകുന്നത്, വലിച്ചുകൊണ്ടല്ല പോകുന്നത്. ഞാനീ പറഞ്ഞ ഗോൾഡ് ഏരിയയാണ് ഈ കാണുന്നത്. ഫുള്ള് ഗോൾഡാണ്. നമ്മുടെ ദുബായിൽ ഇങ്ങനത്തെ ഗോൾഡ് സൂക്കൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നേപ്പാളിലെ ഒരു ഗോൾഡ് സൂക്ക് എന്ന് വിചാരിച്ചാൽ മതി. ഇവിടുന്ന് ദർബാർ ഗ്രൗണ്ടിലേക്കാണ് കയറുന്നത്. ഈ ദർബാർ ഗ്രൗണ്ടിൽ നിന്ന് സ്ഥലവും പണ്ട് അതിൻ്റെ അപ്പുറത്തൊരു രാജാവ് താമസ സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് മ്യൂസിയമാക്കി മാറ്റിയെന്നേ ഉള്ളൂ. ഇത് നേപ്പാളി പോലീസാണ് ഈ കാണുന്നത്, ഒരു നീല ഷർട്ടൊക്കെ ഇട്ടേക്കുന്നത്. ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ഫോട്ടോ എടുത്ത് പോയപ്പോൾ അല്ലെങ്കിൽ ക്യാമറ എടുത്ത് പോയപ്പോൾ വീഡിയോ എടുത്ത് പോയപ്പോൾ ഒരു നേപ്പാളി പോലീസുകാരെന്ന് ചോദിച്ചു, നിങ്ങൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചു. ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോലീസുകാരെടുക്കരുത് എന്ന് പറഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അത് ഡിലീറ്റ് കളഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസുകാരെ മാത്രം. ഇനി അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ദർബാർ ഗ്രൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡിലൊരു പോലീസ് ഉണ്ടായിരുന്നു, അയാൾ എന്നെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ദൂരെ കാണാം ആ മ്യൂസിയമാണ്. രാജാവ് പണ്ട് താമസ സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഈ ദർബാർ എന്ന് പറയുന്നത്. പഷ്മിന എന്നുള്ള സംഭവം ഈ ഷോൾ പോലത്തെ സാധനമാണ് പെൺകുട്ടികൾ ധരിക്കുന്നത്. അത് ഇവിടുത്തെ ആടിൻ്റെ രോമം കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് ഭയങ്കര കാശാണ്. അതിപ്പോൾ ചൈനയിൽ നിന്ന് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്, അത് വാങ്ങിക്കാണ്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ പഷ്മിന വാങ്ങിക്കാൻ പറ്റിയ ഏരിയ ആണെന്ന് പറയാം. പിന്നെ കാശ്മീരി ഷോൾസൊക്കെ കിട്ടും. ഇതൊക്കെ പഴയ ബിൽഡിങ്സാണ്. എന്ത് രസമാണെന്ന് നോക്കി, നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഒരു ബിൽഡിങ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഇപ്പോഴും നന്നായിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് യൂറോപ്യൻ സ്റ്റൈലും ഈ ഒരു ബിൽഡിങ്ങിൽ കയറിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ദർബാർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ഞാൻ 2020 ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരായിരുന്നു. ഇവിടെ നമ്മുടെ ഇവരുടെ ഒരു കത്തി ഉണ്ടല്ലോ, ഗൂർഖ കത്തിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. ഞാൻ ഇന്ന് വാങ്ങിക്കുന്നവർക്ക് വന്നായിരുന്നു, പക്ഷേ ഇവിടെ ഗൂർഖയും കാണാനില്ല, കത്തിയിലും കാണാനില്ല.
ഈ ദർബാർ ഗ്രൗണ്ടിൽ ഇപ്പോൾ കച്ചവടം കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയൊരു മേയറും കണ്ട് വന്നിട്ട് കംപ്ലീറ്റ് വഴിയോര കച്ചവടം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 വർഷം മുമ്പുള്ള കച്ചവടം ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര ആൾക്കാരും കാണുന്നില്ല. എൻ്റെ ബാക്കിലാണ് കുമാരിഘർ എന്നുള്ള ഒരു സംഭവമാണ്. കുമാരിഘർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുമാരീനെ, ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചിനെ പെൺകുട്ടി എടുത്തിട്ട് അവർ കുമാരി സങ്കല്പം അല്ലെങ്കിൽ ദൈവസങ്കല്പമാക്കി വെച്ചിട്ട് ആ കൊച്ചിൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ ഒരു പരിപാടിയാണ്. അതായത് പിന്നെ അതിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല, വിദ്യാഭ്യാസം കൊടുക്കും, പക്ഷേ ഇവരെ പൂജിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അത് എൻ്റെ ബാക്കുകളിലാണ്. എൻ്റെ വേറെ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് ഇംഗ്ലീഷിലെന്ന് മാത്രമേ ഉള്ളൂ. അതിലെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം എടുത്തു പോകുന്ന മാത്രമേ ഉള്ളൂ. അത്യാവശ്യം എല്ലാ വലിയ രാജ്യങ്ങളിലും ഇതുപോലെ ചത്തുരങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇന്ത്യയിലധികം കാണാറില്ല. ഇവിടെ അതുണ്ട്. ഈ ഏരിയ നേപ്പാളിസ് വൈകുന്നേരം വന്ന സമയം കളയാൻ വേണ്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവർക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ഇവിടെ അടുത്ത് തന്നെ രത്ന പാർക്കുണ്ട്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഇവർ കംപ്ലീറ്റ് ഈ വഴിയോര വാണിഭക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് നടന്നു പോകാനും കുറേ ഏരിയ കിട്ടിയായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മേയർ ഇവർക്ക് വലിയ കാര്യമാണ്. പുള്ളി കുറച്ച് അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ നടന്നു നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ കഴിഞ്ഞ പ്രാവശ്യം അത്രയും ആൾക്കാരെ കാണാനില്ല, കച്ചവടം കാണാനില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരെ വരുമാനം മുട്ടിപ്പോയി. പക്ഷേ ടൂറിസത്തിന് നല്ല രീതിയിൽ ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് മ്യൂസിയം തന്നെയാണ്. ഈ കാണുന്ന ഒരു രഥമാണ്. ഈ രഥത്തിലാണ് ഇന്ദ്രനെ വലിച്ചുകൊണ്ട് പോകുന്ന രഥയാത്ര. അപ്പോൾ അവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും. ഞാൻ നാളത്തെ വീഡിയോയിൽ ഇത് കാണിക്കാം. ഈ രഥമൊക്കെ വലിച്ചു പോകുമ്പോൾ നേവാരി ആൾക്കാർ വന്നിട്ട് ഭയങ്കര വേണം. അധികവും വയസ്സായ ആൾക്കാർ കുറവാണ് കേട്ടോ. അധികം എനിക്ക് തോന്നുന്നു നേപ്പാൾ ഇപ്പോൾ ഒരു യുവാക്കളുടെ ഏരിയ ആയിട്ട് മാറിയെന്ന് തോന്നുന്നു. അധികം ഒരു മേജർ ചങ്ക് ഓഫ് ദ പോപ്പുലേഷൻ ആർ യൂത്ത് എന്ന് വേണം പറയേണ്ടി വരും. ഇതൊന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് ഈ ദർബാർ സ്ക്വയർ. ഇനി ദർബാർ സ്ക്വയർ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലായിട്ട് കാണുന്നതാണ് നമ്മുടെ കുമാരിഘറാണ് ഈ കാണുന്നത്. ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ കാണാം. ആ പെൺകുട്ടി മിക്ക ദിവസവും വൈകുന്നേരം ദർശനം കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മുകളിലൊക്കെ വന്ന് നോക്കുമായിരിക്കും. പക്ഷേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ദർശനം കൊടുക്കുന്ന സമയമുണ്ട്. അവിടെ ആ കുമാരിനെ കാത്ത് കുറേ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ കാണാം. നമുക്കും വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് കാണാമായിരുന്നു. എനിക്കിപ്പോൾ അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഒരു കൊച്ചു വന്നിട്ട് ദൈവമായിട്ട് ഇവർ സങ്കല്പിച്ച് തൊഴുത് ഇങ്ങനെ വിളിച്ച് പറയും. അതാണ് ഉദ്ദേശം. ഇതാണ് ഈ നടുമുറ്റം നോക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഈ ഒരു വാലിൽ ഒരു വരും, ആ കൊച്ചു വരും. അത്രേ ഉള്ളൂ ഇതിൽ കഥ. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആ മ്യൂസിയത്തിൻ്റെ പുറകുവശമൊക്കെ കാണാം. യൂറോപ്യൻ സ്റ്റൈൽ ചെയ്തേക്കണം. പണ്ട് രാജ താമസിച്ചൊരു സ്ഥലമായിരുന്നു ഇതെല്ലാം. ഇവിടെയൊക്കെയാണ് ഇനിയിപ്പോൾ ആൾക്കാർ വന്നങ്ങ് നിറയും രഥയാത്ര തുടങ്ങുന്ന സമയത്ത്. ഇവിടുന്ന് ഈ വഴിക്ക് അങ്ങ് നേരെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൈരവ ടെമ്പിളുണ്ട്. ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഓരോ മുക്കിനും മൂലയ്ക്കും ചെറിയ ചെറിയ അമ്പലങ്ങളും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഹിന്ദു പോപ്പുലേഷനാണ് ഇവിടെ കൂടുതൽ. നമ്മളിപ്പോൾ സൗദിയിലൊക്കെ പോകുമ്പോൾ മോസ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ദ്രൻ്റെ ഒരു പ്രതിമയാണ്. ഇന്നിപ്പോൾ ആഘോഷം ഇന്ദ്രൻ്റെ പ്രതിമയ്ക്ക് ചുറ്റുമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഭൈരവൻ്റെ ഒരു പ്രതിമയും കാണാം. കുട്ടികളാണ് അധികം ഞാൻ കാണുന്നത്. കൊച്ചു പിള്ളേർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇവിടെ കൂടുതലുണ്ട്. വയസ്സായ ആൾക്കാർ വളരെ കുറവാണ്. ഒരു 40യുടെ താഴെയുള്ള ആൾക്കാരാണ് ഇത് ഇവിടെ നിന്ന് ഞാൻ കണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഒരുപക്ഷെ നാളെ രഥയാത്രയ്ക്കും അവരൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ പോലീസുണ്ട് ഇവിടെ. ഇവരുടെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഒരു പ്രത്യേക ഭംഗിയുള്ള രസമുള്ള ആർക്കിടെക്ചറാണ്. ഇതും നേവാരി ആർക്കിടെക്ചർ എന്ന് പറയാം. അധികവും ഇഷ്ടിക തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെ സ്റ്റോണും ഉണ്ട്. നമുക്ക് ഫ്ലോറിംഗ് എല്ലാം കണ്ടാൽ അറിയാം, ഫുള്ള് കല്ല് വാങ്ങിയേക്കാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഡ്രെയിനേജ് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം പോകാനൊക്കെ അവർക്ക് കറക്റ്റായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഭൈരവൻ്റെ വിഗ്രഹം. ഇത് ഭൈരവ ടെമ്പിളിൻ്റെ അടുത്തുള്ളതാണ്. ഇവിടെ ഭയങ്കര ആരാധനയൊക്കെയാണ്. ഞാൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ വേണ്ട സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. ഓരോരോ ആചാരങ്ങൾ എന്നല്ലാണ്ട് നമ്മൾ എന്ത് പറയാനാണ്. കൊടിമരങ്ങൾ കാണാം. പിന്നെ പ്രാവ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ അമ്പലത്തിൽ എല്ലായിടത്തും പ്രാവുണ്ട്. പശുപതിനാഥ ക്ഷേത്രത്തിലും ഇതൊക്കെ തന്നെയാണ്. ഇതേ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ തന്നെയാണ്. അവിടെയൊക്കെ ഈ പറഞ്ഞ പ്രാവും എല്ലാം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതൊക്കെയാണ് നേപ്പാൾ. നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇന്ത്യ ആവേണ്ടതായിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റുവിന് ഇഷ്ടമല്ലാത്ത കാരണം ഇത് നമ്മളിലേക്ക് അനക്സ് ചെയ്തില്ല. കാരണം അവർ നേപ്പാൾ രാജ്യമായിട്ട് മാറി. അതുകൊണ്ട് നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല. എനിവേ അവർക്ക് അവരുടേതായ ഒരു രീതി ഉണ്ടായി. കാരണം അവർക്ക് ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും ഭരിക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു നേപ്പാളിൽ അവർക്ക് അവർ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ നിന്ന് കുറച്ച് വേറിട്ട ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവരടിമത്തത്തിൽ ജീവിച്ചിട്ടില്ല എന്നുള്ള സത്യം. എന്താണോ എനിക്കവരെ കാണുമ്പോൾ കുറച്ചും കൂടെ ഫ്രീഡമുള്ള ആൾക്കാരും കുറച്ചും കൂടെ സന്തോഷമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. നമുക്കവിടെ ചെന്നാലും നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. കുറച്ച് ജോളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇന്ത്യക്കാർ ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ടല്ല.